നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിന്റെ 12ാം ദിവസമായ ഇന്ന് ദീർഘമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. 3 ദിനാഭ്യർത്ഥനകൾ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. ഒപ്പം ഒരു ബില്ല് സഭ പരിഗണിച്ചു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ ഇന്ന് വാക്കാൽ മറുപടി നൽകിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ നടപടി, ട്രഷറി തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി, പരുത്തിയുടെ വിലക്കയറ്റം തടയാൻ നടപടി, നികുതി വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിനായുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞു. ട്രയൽ റൺ ഈ മാസം ഉണ്ടാകുമെന്നും ഈ വർഷം തന്നെ പദ്ധതിയുടെ 1ാം ഘട്ടം കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖം 1ാം ഘട്ട കമ്മീഷനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? തുറമുഖം 1ാം ഘട്ട പ്രവർത്തനം എപ്പോൾ ആരംഭിക്കുമെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഈ മാസം തന്നെ ട്രയൽ റൺ എടുക്കും സാർ. ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യും. സംസ്ഥാനത്തെ ട്രഷറി തട്ടിപ്പിൽ ശക്തമായ നടപടി സ്വീകരിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ പറഞ്ഞു. മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ സോഫ്റ്റ്വെയറുകളിൽ ആവശ്യമായ മാറ്റം വരുത്തിയതായും എല്ലാ ട്രഷറികളിലും CCTVകൾ സ്ഥാപിച്ചതായും മന്ത്രി അറിയിച്ചു. സാർ, ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലി കുടിശ്ശികയായ 18 കോടി രൂപ അടിയന്തരമായി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് സഭയെ അറിയിച്ചു. ഡിസംബർ വരെയുള്ള കൂലി വിതരണം ചെയ്തു. ഇപ്പോൾ ഡിസംബർ മാസം വരെയുള്ള കൂലിയാണ് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ വകുപ്പ് വഴി ലഭിക്കുന്ന പണം അത് കൈമാറിയിട്ടാണ് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരുത്തിയുടെ വിലക്കയറ്റം കൈത്തറി മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പരുത്തിയുടെ വില വല്ലാതെ കൂടുന്നതോടുകൂടി നൂലിന്റെ വില മാർക്കറ്റിൽ ഇടിയുകയും ചെയ്യുന്നു. മാറ്റമുണ്ടാകുന്നില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ കേരള നിയമസഭ അനുമോദിച്ചു. 2020 ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം നേടിയ ചരിത്ര വിജയം നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഈ വിജയം നമ്മുടെ തലമുറയ്ക്ക് പ്രചോദനം നൽകുകയും രാജ്യത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഊർജ്ജം പകരുകയും ചെയ്യും. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. രാജ്യത്തിനാകെ അഭിമാനവും അത്യാഹ്ലാദവും പകർന്ന നേട്ടത്തിൽ ഈ സഭയുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസണ് കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമാണ്. ടീം ഇന്ത്യയുടെ 2020 ലോകകപ്പ് വിജയം നമ്മളെയെല്ലാം വല്ലാതെ പ്രചോദിപ്പിക്കുകയാണ്. തോൽക്കാൻ മനസ്സില്ല എന്നുള്ള പോരാട്ട വീര്യത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ആ തിരിച്ചുവരവ്. രാജ്യത്തിൻ്റെ പ്രശസ്തി ലോകത്തിനു മുമ്പിൽ എത്തിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ജോലിഭാരവും നിമിത്തം പാറശാല സ്വദേശി മദനകുമാർ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, P ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. അമിത ജോലിഭാരം ഉദ്യോഗസ്ഥരിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമൂലം കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകുന്നു എന്നും ശ്രീ PC വിഷ്ണുനാഥ് ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷത്തിൽ പോലീസ് സേനയിൽ 88 പേരാണ് ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. സാർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്.
ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. സാർ, ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത്. എന്നാൽ പോലീസ് സേനയിലെ ജോലിഭാരം വർദ്ധിക്കുന്നുണ്ടെന്നും അതനുസരിച്ച് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജോലിഭാരം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞു. ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നിലനിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യാ പ്രവണത ഇല്ലാതാകുന്നതിനും മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും പോലീസ് വകുപ്പും സർക്കാരും നിരവധി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ആ പോലീസ് സേനയെ കൂടുതൽ ആത്മവീര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സേനയാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ആ നടപടി എടുക്കാത്തതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. നടപടിയെടുക്കാൻ സർക്കാരിന് പ്രേരണ നൽകണം എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിൽ നടപടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്തെ നെൽകൃഷി മേഖല നേരിടുന്നതായി പറയപ്പെടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ മുരളി പെരുന്നെല്ലി അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും സംസ്ഥാനത്തെ തീരദേശ പരിപാലന പ്ലാനിൽ സമഗ്രമായ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറുപടി പറഞ്ഞു. കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കി 27 വിളകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ വേങ്ങേരി മേൽപ്പാല പ്രവൃത്തി കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടക്കാത്തത് കാരണം ഈ റോഡ് അടച്ചത് കാരണം വാഹനങ്ങൾ മുഴുവൻ മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ് വഴിയാണ് പോകുന്നത്. NH-66 ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്. ദേവികുളം താലൂക്കിലെ തോട്ടമേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർ എൻ്റെ സബ്മിഷൻ. തോട്ടം മേഖലകളിലെ തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം നിലവിൽ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ ഉറപ്പാക്കുന്നതിന് സാധ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 31, 32, 34 നമ്പർ ധനാഭ്യർത്ഥനകളുമേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി പറഞ്ഞു. നമ്മുടെ കെപ്കോയിൽ നിന്ന് മുട്ട ഉൽപ്പാദനത്തിന് പുതിയ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ്, അതോടൊപ്പം തന്നെ ആശ്രയ പദ്ധതി, ഈ മുട്ട ഉൽപ്പാദനം നടത്തുക, കേരള ചിക്കൻ പദ്ധതി വിപുലമായ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വന്യജീവി അക്രമം തടയാൻ എന്താണ് മാർഗം? ഇവിടെ സംസാരിച്ചവരിൽ കേട്ടപ്പോൾ തോന്നി വെടിവെച്ച് കൊല്ലാൻ അനുവാദം കിട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ്. അത്രത്തോളം ആകാമോ എന്ന് സാവകാശത്തിൽ ആലോചിക്കുക. മൃഗസംരക്ഷണം എന്ന 31 ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. സ്റ്റാർട്ട് പോളിംഗ്. യെസ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ ആരും തന്നെ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും മന്ത്രി ശ്രീ കെ രാജൻ അവതരിപ്പിച്ചു. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപം സഭ പാസാക്കുകയും ബിൽ സബ്ജക്ട് കമ്മിറ്റി 2ന്റെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ
ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ 2ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 2ന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4:34 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.